തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ CPI സുപ്രീം കോടതിയിൽ ഹർജി നൽകി. പരിഷ്കരണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ബിനോയ് വിശ്വമാണ് ഹർജി സമർപ്പിച്ചത്. പി ബാലഗോപാൽ ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. CPM-ഉം നേരത്തെ സർക്കാർ ആദ്യം ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിനുശേഷം CPM, ഇപ്പോഴിതാ CPI-യും എന്താണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലായി SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യം മുസ്ലിം ലീഗ് ആയിരുന്നു സമീപിച്ചിരുന്നത്. തുടർന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ S ജയതിലക് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തു. ഇതിന് പിന്നാലെ കോൺഗ്രസും CPM-ഉം ഫയൽ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റ് ഹർജികളിൽ എന്നതുപോലെ തന്നെ SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് ബിനോയ് വിശ്വം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നാളെ ഈ ഹർജികളെല്ലാം പരിഗണിക്കാമെന്നാണ് നേരത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കിയിരുന്നത്. ഏത് ബെഞ്ച് പരിഗണിക്കുമെന്നതിനെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഒരു കൃത്യമായ വിവരം ലഭ്യമാകുകയുള്ളൂ. നിലവിൽ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. ആ ഹർജികൾക്കൊപ്പം പരിഗണിക്കുന്നതിന് സാഹചര്യത്തിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ജസ്റ്റിസ് സൂര്യകാന്ത് നിയുക്ത ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും നാളെ ഈ കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും. ആ സമയം ഈ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഫയൽ ചെയ്ത ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നതായിരിക്കും.